നമസ്കാരം. വികസനത്തിന്റെ കണക്കുകൾ പറഞ്ഞ പിണറായി സർക്കാർ ഇപ്പോൾ ഭരണത്തിലിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ അഴിമതിയുടെ കണക്കുകൾക്ക് മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥയിലാണ്. കേരളത്തിന്റെ ഖജനാവിൽ സംഭവിച്ചത് വെറും ഭരണവീഴ്ചയോ അതോ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഗുരുതര തകർച്ചയോ? ഈ ചോദ്യം ഉയർന്നു കഴിഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിവിധ വകുപ്പുകളിലായി 27.48 കോടി രൂപയുടെ ക്രമക്കേടും ധനദുർവിനിയോഗവും നടന്നതായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിലെ റിപ്പോർട്ട് പുറത്തുവന്നു. ജലവിഭവ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടന്നത്, 6.29 കോടി. തദ്ദേശ വകുപ്പിൽ 11.3 കോടിയാണ് ധനദുർവിനിയോഗം. 2025 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തെ CAG ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കണ്ടെത്തലുള്ളത്. പഞ്ചായത്ത്, ഗ്രാമവികസന, നഗരകാര്യ, നഗരാസൂത്രണ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ എഞ്ചിനീയറിംഗ് വിഭാഗവും ചേർന്നുള്ളതാണ് തദ്ദേശ വകുപ്പ്. ഇതിലാണ് കൂടുതൽ ക്രമക്കേടെങ്കിലും ഒരു വകുപ്പ് മാത്രമായി പരിഗണിക്കുമ്പോൾ ജലവിഭവ വകുപ്പിലാണ് കൂടുതൽ. സഹകരണ വകുപ്പ് 2.93 കോടി, ധനകാര്യം ട്രഷറി വകുപ്പ് 4.08 കോടി എന്നതാണ് ബാക്കി കണക്ക്. ക്രമക്കേടും ധനദുർവിനിയോഗവും സംബന്ധിച്ച് 78 സംഭവങ്ങൾ കണ്ടെത്തി. ഇതിൽ 71 കേസുകൾ എടുത്തു. 7 സംഭവങ്ങളിൽ ഇനിയും വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടില്ല. 5 കേസുകളിലായി 2.49 കോടിയുടെ വകുപ്പ് തല നടപടികൾ ആരംഭിച്ചുവെങ്കിലും പൂർത്തിയാക്കിയില്ല. മറ്റ് 7 കേസുകളിലായി 16.57 കോടിയുടെ വകുപ്പ് തല അന്വേഷണത്തെ തുടർന്ന് ക്രിമിനൽ കേസുകളും നിലവിലുണ്ട്. 42 കേസുകളിൽ ക്രിമിനൽ നടപടികൾ പൂർത്തിയായെങ്കിലും പണം വീണ്ടെടുത്തിട്ടില്ല. 17 കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. മോഷണം, ധനദുർവിനിയോഗം, നഷ്ടം എന്നീ വിഭാഗത്തിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മറ്റു വകുപ്പുകളും ക്രമക്കേട് തുകയും: കൃഷി 45.85 ലക്ഷം, വനം വന്യജീവി 27.46 ലക്ഷം, പൊതുവിദ്യാഭ്യാസം 11.6 ലക്ഷം, ഉന്നത വിദ്യാഭ്യാസം 32.35 ലക്ഷം, ഹെൽത്ത് സർവീസ് 22.63 ലക്ഷം, ഇൻഷുറൻസ് മെഡിക്കൽ സേവനങ്ങൾ 38.36 ലക്ഷം, സാംസ്കാരിക വിഭാഗം 26.57 ലക്ഷം, ലോട്ടറി 59.99 ലക്ഷം എന്നിങ്ങനെയാണ്. ഇതിനൊക്കെ പുറമെ മദ്യം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന്റെ സ്റ്റോക്കിൽ വൻ കുറവ് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാതെ 53 കോടിയുടെ നികുതി നഷ്ടമുണ്ടാക്കിയതടക്കം മദ്യവിതരണവുമായി ബന്ധപ്പെട്ടും സംസ്ഥാനത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒട്ടേറെ തട്ടിപ്പുകൾ നടന്നതായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് 2 ദിവസം മുൻപ് പുറത്തു വന്നിരുന്നു. തിരുവല്ലയിലെ ഡിസ്റ്റിലറിയിൽ നടന്ന മോഷണത്തിനു ശേഷം ഉയർന്ന ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് സ്റ്റോക്കിൽ കുറവ് കണ്ടെത്തിയത്. പോലീസ് കേസെടുത്തതല്ലാതെ കാണാതായ സ്പിരിറ്റിന്റെ നികുതി ഈടാക്കാനോ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരിൽ നിന്ന് പണം ഈടാക്കാനോ എക്സൈസ് വകുപ്പ് തയ്യാറായില്ല. ഇതാണ് നഷ്ടം വരുത്തിവെച്ചത്. ബാറുകൾ നൽകേണ്ട ടേൺ ഓവർ ടാക്സിൽ ഉദ്യോഗസ്ഥർ വിൽപ്പന നികുതി ഉൾപ്പെടുത്താത്തത് കാരണം നികുതി വരുമാനത്തിൽ 1.5 കോടി രൂപയുടെയാണ് നഷ്ടമുണ്ടായത്. കഞ്ചിക്കോട്ടെ ഒരു ബ്രൂവറി, ഡിസ്റ്റിലറി അടക്കം പലർക്കും നികുതി ഇളവ് നൽകിയത് വഴി 19.71 കോടി രൂപയുടെ നികുതി വെട്ടിപ്പിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. പുതുക്കിയ നികുതി നിരക്കുകൾ കൃത്യമായി പരിശോധിക്കാത്തതിനാൽ മറ്റൊരു 3.71 കോടി രൂപയും സർക്കാരിന് നഷ്ടമായി. മാഹിയിലേക്ക് മദ്യം കൊണ്ടുപോകാനായി എക്സൈസ് വകുപ്പ് നൽകിയ ട്രാൻസിറ്റ് പെർമിറ്റുകൾ പരിശോധിച്ചപ്പോൾ 1.1 ലക്ഷം ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അടങ്ങിയ 22 ലോഡ് അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കടന്നിട്ടില്ല എന്നാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ട മദ്യം കേരളത്തിലെ തന്നെ കരിഞ്ചന്തയിലേക്ക് വഴി തിരിച്ചു വിട്ടു എന്നാണ് സംശയം. ഇതിലൂടെ 5.1 കോടി രൂപയുടെ എക്സൈസ് ഡ്യൂട്ടി സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടു. കൃത്യമായ ആഭ്യന്തര ഓഡിറ്റ് വേണമെന്നും CAG നിർദ്ദേശിച്ചിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേന്ദ്രത്തെ തെറ്റിദ്ധരിപ്പിച്ച് 6,149 കോടി രൂപ കടമെടുത്തെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റി ഉപയോഗിച്ചെന്നും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3% സംസ്ഥാനത്തിന് കടമെടുക്കാനാവുക. ഊർജ്ജ മേഖലയിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയാൽ 0.5% തുക അധികം കടമെടുക്കാം. ഇതിന്റെ ഭാഗമായി KCBയുടെ നഷ്ടം 494 കോടി രൂപ മുടക്കി സർക്കാർ ഏറ്റെടുത്തു. ഇത്രയും തുക KCBയുടെ അക്കൗണ്ടിലേക്ക് കൈമാറുകയും ഇതിന്റെ പേരിൽ 6,149 കോടിയുടെ അധിക കടമെടുപ്പിനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് നേടുകയും ചെയ്തു. കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ KCBക്ക് നൽകിയ തുക തിരികെ ട്രഷറിയിലേക്ക് മാറ്റിയെന്നും CAG കുറ്റപ്പെടുത്തി. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ 6,149 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാൻ ഇടയുണ്ട്. ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റി റവന്യൂ ധനക്കമ്മി കുറച്ചു കാണിച്ചെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. പൊതുജനങ്ങളുടെ നികുതി പണം എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് രാഷ്ട്രീയ പ്രസംഗങ്ങളാലല്ല, കണക്കുകളാണ്. ഇനി കേരളം കാത്തിരിക്കുന്നത് ഒരു മറുപടിയാണ്. ഓഡിറ്റ് കണ്ടെത്തലുകളെ വെറും രാഷ്ട്രീയ വിവാദം എന്ന നിലയിൽ തള്ളപ്പെടുമോ, അതോ പൊതുധനത്തിന്റെ ഓരോ രൂപയ്ക്കും വ്യക്തമായ കണക്കും ഉത്തരവാദിത്വവും പിണറായി പറയേണ്ടി വരുമോ?